അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ സംഭാഷണം വീണ്ടും പുറത്ത്. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. എടോ, ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താനെന്തിനാണ് കളിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ തുടങ്ങി എത്തിക്സ് കമ്മിറ്റി പരാതി പരിശോധിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും ലഭിച്ചത് സ്വാഭാവിക ജാമ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വാദം കേൾക്കും. എൻ വാസു വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡിൽ. CSR തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണനെതിരെ കേസ്. കടവന്ത്ര പോലീസിലെടുത്ത കേസിൽ ബിജു 1-ാം പ്രതി. അഭിഭാഷകൻ നിഷ പീറ്ററും ജീവനക്കാരും പ്രതികൾ. തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. UDFന്റെ ആദ്യ സ്ഥാനാർത്ഥിയായി PV അൻവർ ഉറപ്പിച്ച് KPCC അധ്യക്ഷൻ. കേരള കോൺഗ്രസുമായി കോൺഗ്രസിന്റെ നിർണായക സീറ്റ് ചർച്ച ഇന്ന്. തിരുവമ്പാടി മണ്ഡലത്തിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന താമരശ്ശേരി രൂപത അധ്യക്ഷന്റെ ആവശ്യം UDFന് സമ്മർദ്ദമാകുന്നു.